ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന വാക്കുകളിലൊന്ന് വിസ്മയം എന്ന വാക്കാണ്. UDF കേന്ദ്രങ്ങൾ തങ്ങളുടെ ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുവാൻ വിസ്മയം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ UDFിൻ്റേത് അമിത ആത്മവിശ്വാസമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുവാനും ട്രോളുവാനും LDFും NDAയും വിസ്മയം എന്ന പദപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തിയതോടുകൂടിയാണ് വിസ്മയം എന്ന വാക്കിൻ്റെ പ്രതിപുരുഷനായി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറിയത് എന്നും നാം ഓർക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെറുതെയല്ല ഈ വാക്ക് ഉപയോഗിച്ചത് എന്നും മനസ്സിലാക്കി തരുന്ന സംഭവ വികാസങ്ങളായിരുന്നു 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായിട്ടുള്ള ആവേശകരമായ വിജയവും പിന്നീട് CK ജാനുവിൻ്റെയും PV അൻവറിൻ്റെയും UDF പ്രവേശവും അതുപോലെ തന്നെ ഐഷ പോറ്റി എന്ന CPMൻ്റെ ജനകീയയായ വനിതാ നേതാവിൻ്റെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവും ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റ ചർച്ചകളുമെല്ലാം. അതിനാൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വിസ്മയങ്ങൾക്കായി ഇനിയും UDF രാഷ്ട്രീയം കാത്തിരിക്കുന്നു എന്ന ഒരു പ്രതീതി കേരള രാഷ്ട്രീയത്തിൽ ജനിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2026 UDF അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിൽ നിന്ന് തന്നെയാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസിൻ്റെ പതിവ് രീതി എന്ന് പറയുന്നത് അധികാരത്തിലെത്തിയാൽ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുവാൻ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസ്സാക്കുക എന്നതാണ് രീതി. ഇത്തവണയും അതിന് മാറ്റമുണ്ടാകാനിടയില്ല. കോൺഗ്രസിൽ നിന്ന് ഒരുപിടി പ്രമുഖ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരാണ്. ആ നേതാക്കളുടെ പട്ടികയിൽ ഒന്നാം പേരുകാരൻ എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിശേഷിപ്പിക്കുവാനും കഴിയും. കാരണം 2021 കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർ പരാജയം ഉണ്ടായതിനു ശേഷം വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും നേതൃത്വത്തിലാണ് കേരളത്തിൽ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റം സംഭവിച്ചതും UDFിൻ്റെ തിരിച്ചുവരവിന് കളമൊരുങ്ങിയത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അക്ഷരാർത്ഥത്തിൽ UDFിൻ്റെ ക്യാപ്റ്റനായി നിലനിന്നുകൊണ്ട് വി ഡി സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും മാത്രമല്ല കേരള നിയമസഭയിലേക്ക് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും UDFിന് ഉജ്ജ്വലമായ വിജയങ്ങൾ നേടിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം ലീഡറായി പ്രവർത്തിക്കുവാനുള്ള ചെറിയ അപര്യാപ്തകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പോരായ്മയായി ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഏക ഘടകം. എന്നാൽ വി ഡി സതീശൻ എന്ന നേതാവ് വിസ്മയിപ്പിക്കുന്ന ഒരു നേതാവാണ് എന്ന കാര്യത്തിന് പുതിയൊരു തെളിവ് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. 2026 UDF അധികാരത്തിലെത്തിയാൽ താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദേശം വി ഡി സതീശനിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്ന ഘട്ടത്തിൽ എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ഥാനമാനങ്ങളെക്കുറിച്ച് താൻ ബോധവാനല്ല, അതിനെക്കുറിച്ച് താൻ ആകുലപ്പെടാറുമില്ല. കപ്പിനും ചുണ്ടിനുമിടയിൽ പല സ്ഥാനമാനങ്ങളും പാർട്ടിക്കുള്ളിൽ നഷ്ടമായവനാണ് താൻ എന്ന് പറയുമ്പോൾ തന്നെ സതീശൻ പറയുന്നത് തന്നെ ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം UDFിനെ അധികാരത്തിൽ തിരികെ എത്തിക്കുക എന്നതാണ്. അതിലപ്പുറവും മറ്റൊരു ലക്ഷ്യവും തനിക്കില്ല എന്നാണ് വി ഡി സതീശൻ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേ വി ഡി സതീശൻ തന്നെയാണ് രാഷ്ട്രീയത്തിൽ ത്യാഗികളില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ത്യാഗികളില്ല രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ പോലും ത്യാഗം ചെയ്യുവാൻ താൻ തയ്യാറാണ് എന്ന സന്ദേശവും വി ഡി സതീശൻ നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ നൽകിയിട്ടുള്ള പുതിയ ഒരു സന്ദേശം അല്ലെങ്കിൽ വി ഡി സതീശൻ അറിയിച്ചിട്ടുള്ള ഒരു പുതിയ നിലപാട് അദ്ദേഹത്തിനെ വീണ്ടും വിസ്മയത്തിൻ്റെ പര്യായമായി മാറ്റുന്നത്. 2026 താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പകരമായി മന്ത്രിസഭയിൽ അംഗമാകുവാനുള്ള തൻ്റെ ആഗ്രഹവുമാണ് വി ഡി സതീശൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വകുപ്പ് ലഭിച്ചുകൊണ്ട് മന്ത്രിസഭയിൽ അംഗമാകുവാനല്ല വി ഡി സതീശൻ ആഗ്രഹിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായി ധനകാര്യ വകുപ്പിൻ്റെ ചുമതല തനിക്ക് ലഭിക്കണം എന്ന ആഗ്രഹമാണ് പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് അദ്ദേഹത്തിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടതുഭരണത്തിൻ്റെ പ്രതിഫലനം എന്നവണ്ണം സമാനതകളില്ലാത്ത തകർച്ചയിലേക്കാണ് കേരളത്തിൻ്റെ ധനകാര്യ വ്യവസ്ഥ കൂപ്പുകുത്തിയിട്ടുള്ളത്. ഇതിനെ തിരികെ കൊണ്ടുവരിക, കേരളത്തെ ഒരു മികച്ച ധനസ്ഥിതിയുള്ള സംസ്ഥാനമാക്കി മാറ്റുക എന്നീ സ്വപ്നങ്ങളുടെ ചുവട് പിടിച്ചാണ് പ്രതിപക്ഷ നേതാവ് താൻ ധനകാര്യമന്ത്രിയായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്.
അതിനുള്ള യോഗ്യതയും വി ഡി സതീശൻ എന്ന നേതാവിനുണ്ട് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. വി ഡി സതീശൻ എന്ന നേതാവ് സംസ്ഥാന നേതൃനിരയിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാന നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് 2006-11 കാലഘട്ടത്തിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളിലൂടെയാണ്. അന്ന് താനാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന് ഇപ്പോഴും അഹങ്കരിക്കുന്ന ടി.എം. തോമസ് ഐസക് ആയിരുന്നു അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി. എന്നാൽ ഐസക്കിൻ്റെ പൊള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പൊളിച്ചെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് അന്ന് പ്രതിപക്ഷ MLA മാത്രമായിരുന്ന കോൺഗ്രസിൻ്റെ താരതമ്യേന ജൂനിയർ ആയിരുന്ന ഒരു MLA ആയിരുന്ന വി ഡി സതീശനാണ്. വി ഡി സതീശൻ എന്ന നേതാവ് നിയമസഭയ്ക്കുള്ളിൽ ധനകാര്യ വകുപ്പിൻ്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യുവാൻ മാത്രമല്ല തെളിവ് സഹിതം അതിൻ്റെ പൊള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുവാനും മുൻകൈയെടുത്തിട്ടുള്ള നേതാവാണ്. ഇക്കാര്യത്തിൽ വളരെയധികം വിജയിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ലോട്ടറി വിഷയവുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന ലോട്ടറികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടെടുക്കുവാനും ധനകാര്യ വകുപ്പിൻ്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുവാനും വി ഡി സതീശന് സാധിച്ചു എന്ന് മാത്രമല്ല, ഒരു സംവാദത്തിൽ തോമസ് ഐസക്കിനെ നിലംപരിശാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വി ഡി സതീശൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നൽകുന്ന അഭിമുഖങ്ങളിലെല്ലാം ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയമുണ്ട്. കേരളത്തിൻ്റെ ധനസ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഇദ്ദേഹം ഇവിടെയെല്ലാം ചൂണ്ടിക്കാട്ടാറുള്ളത്. അതിന് അനവധിയായ പ്രതീക്ഷാനിർഭരമായ വളരെയധികം സാധ്യതകളുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പദ്ധതികളും അദ്ദേഹം വിവരിച്ച് വിശദമാക്കുന്നുമുണ്ട്. ഈ പദ്ധതികൾ വിജയകരമായി കേരളത്തിൽ നടപ്പായാൽ കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതിയിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. ഈ ഘട്ടത്തിൽ കൃത്യമായി ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പാക്കുവാനും നമുക്ക് ആവശ്യമുള്ളത് ആർജവമുള്ള ഒരു ധനകാര്യമന്ത്രിയെയാണ്. ഈ തിരിച്ചറിവ് മറ്റാരേക്കാളും നന്നായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിലുപരിയായി ധനകാര്യമന്ത്രിയായിരിക്കുന്നതിലാണ് തൻ്റെ താല്പര്യമെന്ന നിലപാട് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ധനകാര്യമന്ത്രി പദത്തിലെത്തിയാൽ വി ഡി സതീശന് എന്ത് അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്നവർ അനവധി ഉണ്ടാവാം. എന്നാൽ വി ഡി സതീശൻ്റെ മനസ്സിൽ കൃത്യമായ പദ്ധതികളുണ്ട്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്ന ലളിതമായ ഒരു ഉദാഹരണം മാത്രം മതി ഇത് എത്രത്തോളം ഫലവത്താകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. അദ്ദേഹം എപ്പോഴും ഉയർത്തിക്കാട്ടാറുള്ള ഒരു വിഷയം സ്വർണത്തിൻ്റെ വിൽപ്പന നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. പവന് കേവലം 8,000 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ കേരളത്തിൽ ലഭിച്ചിരുന്ന സ്വർണ്ണ നികുതി മാത്രമേ ഇപ്പോൾ പവന് 1,00,000 രൂപയ്ക്ക് മുകളിലായപ്പോഴും കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുവാൻ കഴിയുന്നുള്ളൂ എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ ഇവിടെ കൃത്യമായ നികുതി വെട്ടിപ്പിനെക്കുറിച്ചുള്ള സൂചനകളാണ് അദ്ദേഹം നൽകുന്നത്. ഇത് എങ്ങനെ പരിഹരിക്കുവാൻ കഴിയുമെന്നും കേരളത്തിൽ കൃത്യമായി സ്വർണത്തിൻ്റെ വിൽപ്പന നികുതി മാത്രം പിരിച്ചെടുത്താൽ നമ്മുടെ ധനകാര്യ പ്രതിസന്ധിക്ക് വലിയൊരളവിൽ കുറവുണ്ടാകുമെന്ന നിലപാടാണ് വി ഡി സതീശൻ കൈക്കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സൗജന്യമായി പെൻഷനും മറ്റ് വാഗ്ദാനങ്ങളും നൽകുന്നതിലുപരിയായി കേരളത്തിൻ്റെ പൊതുധനസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്ന, കേരളത്തിലെ ജനങ്ങളുടെ ധനസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്ന, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്തുന്ന കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും അത് ഏതൊക്കെ മേഖലകളിലാകണമെന്ന് കൃത്യമായി തിരിച്ചറിയുവാനും പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടുണ്ട്. അനവധി പോഡ്കാസ്റ്റുകളിൽ വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഒരു വിസ്മയമായി മാറിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അവകാശവാദങ്ങൾ തമസ്കരിച്ചുകൊണ്ട് ധനകാര്യമന്ത്രിയായി ഇരുന്നുകൊണ്ട് കേരളത്തിൻ്റെ യഥാർത്ഥ രക്ഷകനാകുവാൻ വി ഡി സതീശൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും ആ നേതാവിന് കൈയടിക്കാതെ തരമില്ല എന്നതാണ് വസ്തുത. വി ഡിയെപ്പോലുള്ള കരുത്തരായ നേതാക്കൾ ധനകാര്യമന്ത്രി പദവിയിലെത്തിയാൽ മന്ത്രിസഭയുടെ ഭാഗമായി തീർന്നാൽ തന്നെ കേരളത്തിന് അതേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ തല ഉയർത്തിക്കൊണ്ട് മുൻനിരയിൽ നിന്ന് നയിക്കുന്ന വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഉജ്ജ്വലമായ ഒരു വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വി ഡി സതീശൻ എന്ന നേതാവ് സ്വപ്നം കാണുന്നത് പോലെ 100-ലധികം സീറ്റുകൾ UDF നേടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ വിസ്മയത്തെക്കുറിച്ചുള്ള ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.